2021 നമ്മൾ 25,000 പ്രൈസ് റേഞ്ച് നോക്കുവാണെങ്കിൽ അതിനകത്ത് നമുക്ക് ഒരുപാട് ഫോൺ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതിൽ തന്നെ മിക്ക കമ്പനീസും അതിനകത്ത് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഫീച്ചേഴ്സ് കൊടുത്താണ് ആ ഫോൺസ് ഇറക്കുന്നത്. ഇപ്പോൾ നമ്മൾ സാംസങ്ങിൻ്റെ തന്നെ ഫോൺസ് നോക്കാൻ നേരത്ത് അവരുടെ A52 എന്ന് പറയുന്ന ഫോൺ അത്യാവശ്യം നല്ല ഹൈപ്പുള്ളൊരു ഫോൺ തന്നെയാണ്. കാരണം അതിനകത്ത് നമുക്ക് നല്ല രീതിയിലുള്ള ഫീച്ചേഴ്സ് തരുന്നുണ്ട്. ഇപ്പോൾ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണിൽ വരുന്ന ഫീച്ചേഴ്സായ വാട്ടർ റെസിസ്റ്റൻസും അതേപോലെ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും അങ്ങനത്തെ കാര്യങ്ങൾ തന്നിറക്കിയൊരു ഫോൺ തന്നെയാണ് ഈ ഗാലക്സി A52. അതും ഗാലക്സി A52-ന് നമ്മൾ ഇന്ത്യയിൽ നോക്കാൻ നേരത്ത് 2 വേരിയൻ്റ് ആണ് വരുന്നത്. 6GB റാമും 128GB സ്റ്റോറേജും വരുന്നൊരു വേരിയൻറ്റ്. അതിൻ്റെ പ്രൈസിങ് 26,500 ആണ്. പിന്നുള്ളൊരു വേരിയൻ്റ് എന്ന് പറയുന്നത് 8GB റാമും 128GB സ്റ്റോറേജും ആണ്. അതിൻ്റെ പ്രൈസിങ് 28,000 ആണ്. അത് ഞാൻ ഈ ഫോൺ റിവ്യൂ ചെയ്യാൻ കുറച്ച് സമയം എടുത്തെങ്കിലും ഇത് ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസ് പോയിന്റിനകത്ത് അത്യാവശ്യം ബാലൻസ്ഡ് ആയ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഈ ഗാലക്സി A52. അതൊരു ഫോൺ നല്ലതാണോ അല്ലയോ നമുക്ക് മനസ്സിലാവുന്നത് ആ ഫോണിൻ്റെ കോമ്പറ്റീഷൻ ഫോൺസുമായിട്ട് കമ്പയർ ചെയ്യാൻ നേരത്ത് അതിനൊപ്പം നിൽക്കണം, അല്ലെങ്കിൽ അതിനെക്കാട്ടി മികച്ച് നിൽക്കണം. പിന്നെ അതിലൂടെ തന്നെ വന്നേക്കുന്ന ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് ആവശ്യമുള്ളതായിരിക്കണം. അതോ ആ ഫീച്ചേഴ്സിനകത്തൊന്നും പ്രശ്നങ്ങളൊന്നും കാണുകയും ചെയ്യരുത്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഡിസൈനൊക്കെ എടുക്കാൻ നേരത്ത് ഡിസൈൻ എന്ന് പറയുന്ന ഫാക്ടർ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയി വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ. അതായത് നമുക്ക് ബാർ ടൈപ്പ് ഫോൺ ആണെങ്കിൽ പോലും അതിനകത്ത് എന്തെങ്കിലും ഒരു വ്യത്യാസം മിക്ക മാനുഫാക്ചറേഴ്സും വരുന്നുണ്ട്. അതായത് നമ്മൾ അവസാനം റിവ്യൂ ചെയ്ത ഫോണായ Mi 11 ലൈറ്റ് നോക്കാൻ നേരത്ത് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കനം കുറഞ്ഞൊരു കാര്യമാണ്. അതും ഇവിടെ ഗാലക്സി A52 എടുക്കുവാണെങ്കിൽ ഇതിനകത്ത് എനിക്ക് ഏറ്റവും അട്രാക്ഷൻ ആയിട്ട് തോന്നിയിരിക്കുന്നത് ഇതിൻ്റെ മൊത്തത്തിലുള്ളൊരു ഡിസൈൻ ഫോമാറ്റ് ആണ്. അതായത് ഈ ഫോണിൻ്റെ ബോഡി എന്ന് പറയുന്ന പ്ലാസ്റ്റിക് ആണെങ്കിൽ പോലും ആ പ്ലാസ്റ്റിക് ബോഡിക്കകത്ത് ക്വാളിറ്റിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും കണ്ടില്ലായിരുന്നു. അതായത് ഇപ്പോൾ ഇത്രയും നാൾ ഉപയോഗിച്ചതിന് ശേഷം പോലും ഇപ്പോൾ 3 മാസം കഴിഞ്ഞൊരു യൂണിറ്റ് ആയിട്ട് പോലും ഇതിനകത്ത് ഒരു സ്ഥലത്തും അങ്ങനെ ഗ്യാപ്പോ കാര്യങ്ങളൊന്നും ഇല്ല. അത് കൂടാതെ തന്നെ നമ്മൾ A72 റിവ്യൂ ചെയ്തപ്പോഴത്തേക്കും അതിൻ്റെ ബാക്ക് പ്ലാസ്റ്റിക്കിനകത്ത് നമുക്കിങ്ങനെ ചെറുതായിട്ട് ഞെങ്ങുന്നൊരു കാര്യം കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം ഈ A52-ൻ്റെ ബോഡിക്കകത്തില്ല. അതായത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ഇത് ചെയ്തേക്കുന്നത്. അതും ഇതിൻ്റെ പ്ലാസ്റ്റിക്കിനകത്ത് ക്വാളിറ്റിക്കൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും തോന്നിയതുമില്ല. പിന്നെ ഇവിടുത്തെ ബാക്കിലത്തെ ക്യാമറ മോഡ്യൂൾ നോക്കുവാണെങ്കിൽ തന്നെ ബാക്ക് പ്ലാസ്റ്റിക് ബോഡിയായിട്ട് ഇൻറ്റഗ്രേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഡിസൈൻ പോലെയാണ്. അതായത് സാംസങ്ങിൻ്റെ ഇപ്പോഴത്തെ ഫ്ലാഗ്ഷിപ്പ് ഡിസൈൻ ഒപ്പം വന്നേക്കുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. പിന്നെ അതിലൂടെ തന്നെ നമ്മൾ സൈഡ് നോക്കുവാണെങ്കിൽ ഫ്ലാറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതിനൊക്കെ പുറമെ ബട്ടൺസിൻ്റെ ക്വാളിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും നല്ല ഫീഡ്ബാക്ക് തരുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ പോർട്ട് എടുക്കാൻ നേരത്തെ തന്നെ ഹെഡ്ഫോൺ ജാക്ക് വരുന്നുണ്ട്. അതും ഈ ഒരു ബഡ്ജറ്റിനകത്ത് ഒരുപാട് യൂസേഴ്സിന് ഹെഡ്ഫോൺ ജാക്ക് വരണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യത്തിനകത്ത് സാംസങ് ഒരു വിട്ടുവീഴ്ചയും വരുത്തിയിട്ടില്ല. പിന്നെ നമ്മൾ ഇവിടുത്തെ ചാർജിംഗ് പോർട്ട് നോക്കാൻ നേരത്തെ തന്നെ അത് USB-C ആണ്. പിന്നെ ഇതിനൊക്കെ പുറമെ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു ഈ ഫോണിനകത്ത് വാട്ടർ റെസിസ്റ്റൻസ് ഉണ്ട്. IP67 റേറ്റിംഗ് ആണ് വന്നേക്കുന്നത്. അതായത് നമുക്ക് 1 മീറ്റർ 30 മിനിറ്റത്തേക്കുള്ള വാട്ടർ റെസിസ്റ്റൻസ് ആണ് വന്നേക്കുന്നത്. അത് നമുക്ക് ഇങ്ങനത്തെ ഒരു IP റേറ്റിംഗ് ഈ ഒരു ബഡ്ജറ്റിനകത്ത് ഒരു ഫോൺസിനകത്തും കാണുന്നൊരു കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു കാര്യം തന്നേക്കുന്നത് ഏറ്റവും എടുത്ത് കാണിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ അത് കൂടാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയൊക്കെ നല്ലോണം വന്നിട്ട് പോലും ഈ ഫോണിൻ്റെ വെയിറ്റ് എടുക്കുവാണെങ്കിൽ 189 ഗ്രാംസേ ഉള്ളൂ. പിന്നെ കനം നോക്കിയാൽ തന്നെ 8.4 mm തിക്നെസ് ആണ്. അതായത് കുറച്ച് കനം കൂടി നിൽക്കുകയാണ്, എന്നാൽ പോലും നമുക്കങ്ങനെ ഭയങ്കര കനം കൂടി ഒരു ഫോണും അല്ല. പിന്നെ ഇവിടെ നമ്മൾ പ്ലാസ്റ്റിക്കിനകത്തൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഉള്ള കളർ എന്ന് പറയുന്നത് എൻ്റെ ഇരിക്കുന്ന യൂണിറ്റിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ വൈറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ടൊരു ചെറിയ പ്രശ്നം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൈറ്റ് പ്ലാസ്റ്റിക് കുറച്ച് നാൾ കഴിയുമ്പോൾ ഒന്ന് അഴുക്കാവുന്ന രീതി കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ക്ലീനിങ് സൊല്യൂഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യമൊക്കെ വൃത്തിയായി വരും. പക്ഷേ എന്നാൽ പോലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതായത് നിങ്ങൾ കേസ് ഇട്ട് ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഇത് വൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അഴുക്കാവുന്ന രീതിയാണ്. അതായത് ഇവിടെ മാറ്റ് ടെക്സ്ചറാണ് വന്നേക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാവാം ഇങ്ങനെ പെട്ടെന്ന് അഴുക്കാവുന്നത്. പക്ഷേ ഇങ്ങനെ മാറ്റ് ടെക്സ്ചർ ആയതുകൊണ്ടുള്ളൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ലോണം തന്നെ കയ്യിൽ ഗ്രിപ്പ് ചെയ്ത് നിൽക്കുന്ന ഒരു ഫോൺ തന്നെയാണ്. അത് നമുക്ക് കയ്യിൽ നിന്ന് തെന്നിപ്പോണ ഒരു ഫോണല്ല ഈ A52 എന്ന് പറയുന്നത്. അതെനിക്ക് ഈ ടെക്സ്ചർ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്കിവിടെ അധികം സ്ക്രാച്ച് ആവുന്നൊരു കാര്യം കണ്ടിട്ടില്ലായിരുന്നു. പക്ഷേ നമുക്ക് ഈ സൈഡ് റെയിൽ നോക്കാൻ നേരത്ത് അതിനകത്തൊരു ഗ്ലോസ് ഫിനിഷ് ആയതുകൊണ്ട് അതിനകത്ത് പെട്ടെന്ന് സ്ക്രാച്ച് പിടിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ നമ്മൾ അങ്ങനെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു കാര്യമല്ല. അതായത് എനിക്കിതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നതിനകത്ത് ഇങ്ങനെ ഒരു ചെറിയ പോരായ്മ, അത് ഈ കളറിൻ്റെയാണ്. ഇപ്പോൾ നിങ്ങൾ ബ്ലാക്ക് കളറൊക്കെ എടുക്കുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നം വരത്തില്ല. അപ്പോൾ അതൊഴിച്ച് കഴിഞ്ഞാൽ എനിക്കിതിൻ്റെ ഡിസൈൻ നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതായത് ഈ ഒരു ബഡ്ജറ്റിനകത്ത് ഇങ്ങനെ പ്ലാസ്റ്റിക് ഫ്രെയിമും പ്ലാസ്റ്റിക് ബാക്കും ഒക്കെ ആണെങ്കിൽ പോലും എനിക്കൊരു കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. അത് ഇവിടുത്തെ ഫ്രണ്ട് ഗ്ലാസ് നോക്കുവാണെങ്കിൽ അത് Gorilla Glass 3 ആണ്. അപ്പോൾ അതിനകത്ത് അധികം സ്ക്രാച്ച് വീണിട്ടില്ല. അതായത് ഡിസൈൻ്റെ കാര്യത്തിനകത്ത് ഈ ഒരു ബഡ്ജറ്റിനകത്ത് സാംസങ് വലിയതായിട്ട് കുഴപ്പങ്ങളൊന്നും വരുത്താത്തൊരു ഫോൺ തന്നെയാണ് ഈ ഗാലക്സി A52 എന്ന് പറയുന്നത്. അത് നമുക്ക് ഇവിടുത്തെ IP റേറ്റിംഗ് എന്ന് പറഞ്ഞ കാര്യം അതൊരു അഡ്വാൻറ്റേജ് ഉള്ളൊരു കാര്യം കൂടിയാണ്. ഇനി അതേ കണക്ക് തന്നെ അഡ്വാൻറ്റേജ് ഉള്ള അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിസ്പ്ലേ ആണ്. സാംസങ്ങിൻ്റെ AMOLED ഡിസ്പ്ലേക്കകത്ത് നമുക്ക് ക്വാളിറ്റിയിലൊരു പ്രശ്നമില്ല. അപ്പോൾ അതേ കണക്ക് തന്നെയാണ് ഈ ഗാലക്സി A52 വന്നേക്കുന്നത്. അതായത് നമുക്ക് ഈ ഫോണിനകത്ത് ഉപയോഗിച്ചേക്കുന്നത് ഒരു AMOLED പാനലാണ്. അത് ഇതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 6.5 ഇഞ്ചാണ്. ഇതൊരു ഫുൾ HD പാനൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പിക്സൽ ഡെൻസിറ്റി 407 ppi ആണ്. പിന്നെ അതിൻ്റെ തന്നെ ഇവിടെ ഹൈലൈറ്റ് ആയിട്ട് കാണിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിസ്പ്ലേയുടെ റിഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത് 90 Hz ആണ്. അപ്പോൾ ഇതൊരു ഹയർ റിഫ്രഷ് റേറ്റ് ഉള്ള ഒരു ഡിസ്പ്ലേ ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഭയങ്കരമായിട്ട് കിട്ടുന്നുണ്ട്. അതായത് നമുക്ക് സ്മൂത്ത് ആയിട്ടാണ് സ്ക്രോൾ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പിന്നെ ഇവിടുത്തെ കളേഴ്സിനകത്ത് മുമ്പേ പറഞ്ഞ കണക്കാണ്, കളേഴ്സ് എല്ലാം ഷാർപ്പാണ്. പിന്നെ നമ്മൾ വ്യൂയിങ് ആംഗിൾസ് എടുത്താൽ പോലും പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അതായത് ഈ ഒരു ബഡ്ജറ്റിനകത്ത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ബ്രൈറ്റ്നസ് ലെവലിനകത്ത് പോലും നമുക്ക് പീക്ക് ബ്രൈറ്റ്നസ് 800 nits വരെ പോകണോണ്ട് തന്നെ നമ്മൾ പുറത്തൊക്കെ വെച്ച് ഉപയോഗിക്കാൻ നേരത്ത് നമുക്ക് കണ്ടന്റ് ഒന്നും വായിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. അതായത് ഈ ഗാലക്സി A52 വന്നേക്കുന്ന ഡിസ്പ്ലേ ഈ ഒരു പ്രൈസ് പോയിന്റിന് അത്യാവശ്യം പെർഫെക്റ്റ് ആയ ഒരു ഡിസ്പ്ലേ തന്നെയാണ്. പക്ഷേ നമുക്ക് സാംസങ്ങിനകത്ത് ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ
അവർ ഏതൊരു ഫോൺ ഇറക്കിയാലും എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വരുത്തും. പ്രത്യേകിച്ച് ഒരു മിഡ് റേഞ്ച് ഫോൺ ആണെങ്കിൽ. അത് ഇവിടെ ഈ ഡിസ്പ്ലേക്കകത്തും അങ്ങനത്തെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയായിരിക്കും. അതായത് നമ്മൾ ഇവിടുത്തെ ഹോൾ പഞ്ച് ക്യാമറ നോക്കുവാണെങ്കിൽ അവിടെ ഒരു സിൽവർ റിംഗ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അതായത് അങ്ങനത്തെ ഒരു സിൽവർ റിംഗ് ഉപയോഗിക്കാൻ നേരത്ത് നമുക്കൊരു പ്രീമിയം ഫീൽ കിട്ടാത്ത രീതിയിലാവും. അത് നമ്മൾ കണ്ടന്റ് കാണുമ്പോഴത്തേക്കും ആ സിൽവർ റിംഗ് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനത്തെ ഒരു കാര്യം ഇഷ്ടമല്ല. അതും സാംസങ്ങിന് വേണമെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യം ഉപയോഗിക്കാൻ തന്നെ ഇരിക്കാമായിരുന്നു. പക്ഷേ അവരത് ചെയ്യുന്നതിൻ്റെ കാര്യം എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രീമിയം ഫോൺസും ഈ ഒരു മിഡ് റേഞ്ച് അല്ലെങ്കിൽ ഒരു അപ്പർ മിഡ് റേഞ്ച് ഫോൺസുമായിട്ട് ഒരു വ്യത്യാസം വരുത്താൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം കൂടി ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ ഡിസ്പ്ലേ ഒരുപാട് ഇഷ്ടപ്പെട്ടനെ. അതും ഈ ഡിസ്പ്ലേയുടെ കൂടെ തന്നെ ഇവിടുത്തെ ഓഡിയോ ഔട്ട്പുട്ടും നല്ലോണമാണ് ചെയ്തേക്കുന്നത്. ഇവിടുത്തെ സ്പീക്കർ സെറ്റപ്പ് എന്ന് പറയുന്നത് ഡ്യുവൽ സ്പീക്കർ സെറ്റപ്പാണ്. അതായത് നമുക്ക് ഇവിടുത്തെ ഇയർ പീസും പിന്നെ ഈ താഴെ കാണുന്ന ഗ്രില്ലും സ്പീക്കറാണ്. അത് ഇതിനകത്ത് വരുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നല്ലോണം തന്നെ ലൗഡ് ആവുന്നതിൻ്റെ കൂടെ തന്നെ ആ ക്വാളിറ്റി നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം ക്വാളിറ്റി വെച്ചാൽ പോലും ആ ക്വാളിറ്റിക്ക് അതൊന്നും പ്രശ്നമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ എന്തെങ്കിലും ഗെയിം കളിക്കുകയോ അല്ലെങ്കിൽ എന്ത് കാര്യം ചെയ്താൽ പോലും നമുക്കിവിടെ ഹെഡ്ഫോൺ ഉപയോഗിക്കാതെ തന്നെ അത്യാവശ്യം ഒരു വലിയ റൂമിനകത്തിരുന്ന് ഒരു കുഴപ്പമില്ല തന്നെ ഈ ഓഡിയോക്ക് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന രീതിയാണ് ഇവിടെ കിട്ടുന്നത്. അതായത് ഈ ഫോൺ അതുകൊണ്ട് തന്നെ മീഡിയ കൺസംഷന് പറ്റിയൊരു ഡിവൈസാണ്. നമുക്ക് ഈ ഒരു ബഡ്ജറ്റിനകത്ത് എനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നല്ല സ്പീക്കർ സിസ്റ്റവും പിന്നെ നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേയും വരുന്ന ഫോൺസ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ഹൈലൈറ്റ് ചെയ്ത് കാണിക്കേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ നമുക്ക് ഈ ഫോണിനകത്ത് കോമ്പറ്റീഷൻ ഫോൺസിനൊപ്പം പിടിച്ചു നിൽക്കാത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊസസ്സറാണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊസസ്സർ സ്നാപ്ഡ്രാഗൻ്റെ 720G ആണ്. അത് നല്ലൊരെണ്ണം തന്നെയാണ്. പക്ഷേ എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബഡ്ജറ്റിന് പറ്റിയ ഒരെണ്ണമല്ല. അപ്പോൾ സാംസങ് ഈ ഫോണിനകത്ത് സ്നാപ്ഡ്രാഗൻ്റെ 750G എന്ന പ്രൊസസ്സർ ഉപയോഗിച്ചിരുന്നെങ്കിൽ അത് ഭയങ്കര ഹൈലൈറ്റ് ആവുന്ന ഒരു കാര്യമായി മാറിയേനെ. അപ്പോൾ അങ്ങനെ വന്നിരുന്നെങ്കിൽ ഈ ഫോൺ ഒരു ഭയങ്കര ഹൈപ്പുള്ള ഫോണായി മാറിയേനെ. അതും അങ്ങനത്തെ ഒരു ഫോൺ ഈ A52 സീരീസിനകത്തുണ്ട്. A52 5G എന്ന് പറയുന്ന ഫോണിനകത്ത് ആ ഒരു പ്രൊസസ്സറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു വ്യത്യാസം വരുത്താൻ വേണ്ടിയാണ് A52ൻ്റെ 4G വേരിയൻറ്റിനകത്ത് സ്നാപ്ഡ്രാഗൺ 720G ഉപയോഗിച്ചിരിക്കുന്നത്. അത് നമുക്ക് ഇന്ത്യയിൽ ഈ A52ൻ്റെ 4G വേരിയൻറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് 5G വേരിയൻറ്റായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ 5G വേരിയൻറ്റ് ഇപ്പോൾ ഇന്ത്യയിൽ വന്നാൽ പോലും പ്രൈസിംഗ് എന്ന് പറയുന്നത് ഒരു 35,000 റേഞ്ചിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതിവിടെ നമ്മളേലുള്ള ഗാലക്സി A52ൻ്റെ സ്നാപ്ഡ്രാഗൺ 720G എന്ന് പറയുന്ന പ്രൊസസ്സർ എങ്ങനെ പെർഫോം ചെയ്യുന്നത് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അത് നല്ലോണം തന്നെയാണ് പെർഫോം ചെയ്യുന്നത്. അതായത് നമുക്ക് ടാസ്ക് ഒക്കെ നോക്കാൻ നേരത്ത് നോർമൽ ടാസ്ക് ഒക്കെ നോക്കാൻ നേരത്ത് ലാഗോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതിന് സഹായിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഡിസ്പ്ലേ ആണ്. ഹയർ റിഫ്രഷ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുമോ അപ്പോൾ അങ്ങനത്തേക്ക് എന്തെങ്കിലും ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വളരെ സ്മൂത്ത് ആയിട്ടാണ് കാര്യങ്ങളൊക്കെ വർക്ക് ആവുന്നത്. പിന്നെ ഗെയിമിംഗ് നോക്കാൻ നേരത്ത് തന്നെ ഈ മിക്ക സ്നാപ്ഡ്രാഗൺ 700 സീരീസിനകത്തും Adreno 618 GPU ആണ് വരുന്നത്. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ ഈ ഗാലക്സി A52 GPU എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ഗെയിമിംഗ് എടുക്കാൻ നേരത്ത് തന്നെ ഗെയിംസിനകത്ത് അങ്ങനെ ലാഗും കാര്യങ്ങളൊക്കെ വളരെ കുറവായിരുന്നു. അതായത് ഫ്രെയിം ഡ്രോപ്സ് ഇടയ്ക്കൊക്കെ ഉണ്ടെങ്കിൽ പോലും ഗെയിം പ്ലേ എഫക്ട് ചെയ്യുന്ന ഒരു രീതിയിലല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഗാലക്സി A52 ഗെയിമിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. അതായത് അത്യാവശ്യം ഹെവിയായ ഗെയിം ആണെങ്കിൽ തന്നെ കളിക്കാൻ വലിയ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. ആസ്ഫോൾട്ട് 9 ആണ് ഞാൻ ടെസ്റ്റ് ചെയ്തത്. അതുകൊണ്ട് എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഗെയിം നമ്മൾ സാധാരണ ഈ ഒരു ബഡ്ജറ്റ് വരുന്ന ഫോൺസിനകത്ത് കളിക്കാൻ നേരത്ത് ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് ഒക്കെ ആവാൻ നേരത്ത് ഫോൺ നല്ലോണം ചൂടാവുന്ന കാര്യം ശ്രദ്ധിക്കാൻ പറ്റും. പക്ഷേ ഈ ഗാലക്സി A52 അങ്ങനെ ഫോൺ ചൂടാവുന്ന ഒരു കാര്യം വളരെ കുറവായിരുന്നു. അതായത് ചൂടാവുന്ന കാര്യം ശ്രദ്ധിച്ചതേ ഇല്ലായിരുന്നു. ഞാൻ ഒരു 20 മിനിറ്റോ അല്ലെങ്കിൽ 30 മിനിറ്റ് കളിക്കുമ്പോൾ തന്നെ ചൂടാവുന്നൊക്കെ വളരെ കുറവായിരുന്നു. അതിപ്പോൾ ചാർജിങ്ങിന് ഇട്ടാൽ പോലും അങ്ങനെ ഭയങ്കരമായിട്ട് ചൂടാവുന്നില്ലായിരുന്നു. അപ്പോൾ അത് ഭയങ്കര ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതായത് സാംസങ് ഇവിടുത്തെ കൂളിംഗ് സിസ്റ്റം നല്ലോണം തന്നെ ചെയ്തിട്ടുണ്ട്. അതിലിപ്പോൾ ഇവിടുത്തെ കനം കുറച്ച് കൂടുതലായുണ്ടാവും. പക്ഷേ എന്നാൽ പോലും അത് നമ്മുടെ യൂസർ എക്സ്പീരിയൻസിനെ നല്ലോണം സഹായിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അത് ഇവിടുത്തെ പെർഫോമൻസിനകത്ത് ഇങ്ങനത്തെ തരത്തിനകത്ത് പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ റാം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ 6GB 8GB ആണ് നമുക്ക് ഓപ്ഷൻസ് ഉള്ളത്. അത് ഞാൻ ടെസ്റ്റ് ചെയ്തത് 8GB വേരിയൻ്റ് ആണ്. അപ്പോൾ അതിനകത്ത് റാം മാനേജ്മെൻറ്റ് നോക്കിയപ്പോഴത്തേക്കും ഒരു 5 തൊട്ട് 6 ആപ്പൊക്കെ മെമ്മറിയിൽ ഓപ്പൺ ആയി കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ സ്റ്റോറേജിൻ്റെ കാര്യത്തിനകത്ത് നമുക്ക് 128GB സ്റ്റോറേജ് ആണ് ഇൻറ്റർണലായിട്ട് വരുന്നതെങ്കിൽ പോലും നിങ്ങൾ ഒരു സിം കാർഡ് ഉപയോഗിക്കുന്നുള്ളെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ SD കാർഡ് ഇട്ട് സ്റ്റോറേജ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ 2 സിം കാർഡ് ഉപയോഗിക്കണമെങ്കിൽ അത് പറ്റത്തില്ല. കാരണം ഇവിടെ കിട്ടുന്ന സിം ട്രേ ഒരു ഹൈബ്രിഡ് ട്രേ ആണ്. അപ്പോൾ ഇവിടുത്തെ പെർഫോമൻസിൻ്റെ യൂസർ എക്സ്പീരിയൻസിൻ്റെ കാര്യത്തിനകത്ത് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും നമുക്ക് ചിലപ്പോൾ ഒരു 2-3 വർഷം കഴിയുമ്പോഴത്തേക്കും സ്ലോ ആവുന്ന കാര്യം കുറച്ചും കൂടെ കൂടുതൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ സ്നാപ്ഡ്രാഗൻ്റെ ഒരു 750G പ്രൊസസ്സറുമായിട്ട് കമ്പയർ ചെയ്യാൻ നേരത്ത്. പക്ഷേ എന്നാൽ പോലും ഇപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. പിന്നെ സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിനകത്ത് തന്നെ സാംസങ് ഇവിടെ പറഞ്ഞേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 3 മേജർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സും പിന്നെ 4 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും ഈ ഫോണിന് വരും എന്നുള്ളതാണ്. അപ്പോൾ അതും ഭയങ്കര അഡ്വാൻറ്റേജ് ഉള്ളൊരു കാര്യമാണ്. അതായത് സാംസങ്ങിൻ്റെ എല്ലാ ഫോൺസും ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ ഫോൺസിനും അങ്ങനത്തെ ഒരു സോഫ്റ്റ്വെയർ സപ്പോർട്ട് അവർ പറയുന്നുണ്ട്. അപ്പോൾ 4 വർഷത്തേക്ക് സോഫ്റ്റ്വെയർ സപ്പോർട്ട് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 4 വർഷത്തേക്ക് ഫോൺ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് കാര്യം എന്ന് പറയുന്നത്. പക്ഷേ ഇവിടുത്തെ ഈ പ്രൊസസ്സർ ചിലപ്പോൾ ഒരു 4 വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും നല്ലോണം സ്ലോ എന്നൊരു കാര്യം കാണാൻ പറ്റും. കാരണം സാംസങ്ങിൻ്റെ UI കുറച്ച് ഹെവി ആയ ഒരെണ്ണം തന്നെയാണ്. പക്ഷേ എന്നാൽ ഇപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അതായത് ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3 മാസമൊക്കെ ഉപയോഗിച്ചാൽ പോലും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ലായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഫ്യൂച്ചറിലേക്ക് നോക്കാൻ നേരത്തെ നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. സാംസങ് ഫോൺസ് സാധാരണ സ്ലോ ആവും. അതായത് നമ്മൾ ഒരു 1-2 വർഷം കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ സ്ലോ ആവുന്നൊരു കാര്യം കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ നോക്കാൻ നേരത്ത് കോമ്പറ്റീഷൻ ഫോൺസിന് ഇങ്ങനത്തെ ഒരു കാര്യത്തിനകത്ത് ഈ പ്രൊസസ്സറിൻ്റെ കാര്യത്തിനകത്തും യൂസർ എക്സ്പീരിയൻസിൻ്റെ കാര്യത്തിനകത്തും ഫ്യൂച്ചറിലേക്ക് പോകാൻ നേരത്ത് കുറച്ചും കൂടി അഡ്വാൻറ്റേജ് ഉണ്ട്. പ്രത്യേകിച്ചും OnePlusൻ്റെ നോട്ട് CEക്കൊക്കെ അങ്ങനത്തെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. എന്നാലും നമുക്ക് നോട്ട് CEക്കകത്തുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ സപ്പോർട്ട് ഈ സാംസങ്ങിൻ്റെ ഗാലക്സി A52 അത്രയും കിട്ടത്തില്ല. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി ഇവിടുത്തെ അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് സാംസങ് ഭയങ്കര മാർക്കറ്റിംഗ് ഹൈപ്പ് കൊടുത്തൊരു കാര്യമുണ്ട്. അതായത് ഈ ഫോണിൻ്റെ ക്യാമറ സിസ്റ്റത്തിനകത്ത് മെയിൻ ക്യാമറയ്ക്കകത്ത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ടെന്നുള്ളതാണ്. അത് ഇവിടുത്തെ ക്യാമറ നോക്കാൻ നേരത്ത് ബാക്കിലത്തെ ക്യാമറ സിസ്റ്റം നോക്കാൻ നേരത്ത് 4 ക്യാമറയാണ് വരുന്നത്.
അതിനകത്ത് മെയിൻ ക്യാമറ എന്ന് പറയുന്നത് ഒരു 64 മെഗാ പിക്സൽ ക്യാമറയാണ്. അതിൻ്റെ ആപ്പർച്ചർ f1.8 ആണ്. അത് ഇതിനകത്ത് ഞാൻ പറഞ്ഞതല്ലോ, ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ വരുന്നുണ്ട്. പിന്നെ അടുത്ത ക്യാമറ എന്ന് പറയുന്നത് ഒരു 12 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ്. അതിൻ്റെ ആപ്പർച്ചർ f2.2 ആണ്. അതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ 123 ഡിഗ്രി ആണ്. പിന്നെ നമുക്ക് രണ്ട് 5 മെഗാ പിക്സൽ ക്യാമറയാണ് വരുന്നത്. അതിൻ്റെ ആപ്പർച്ചർ രണ്ടിൻ്റെയും f2.4 ആണ്. അതിനകത്ത് ഒരു ക്യാമറ മാക്രോ ക്യാമറയും മറ്റേത് ഡെപ്ത് സെൻസറുമാണ്. അതുകൊടുത്ത് ഈ രണ്ട് 5 മെഗാ പിക്സൽ ക്യാമറ എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട ക്യാമറയല്ല. പ്രത്യേകിച്ച് മാക്രോ ക്യാമറയൊക്കെ നോക്കാൻ നേരത്തെ തന്നെ ക്വാളിറ്റി കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ ക്യാമറ ഒന്നും ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്നില്ലായിരുന്നു. പക്ഷേ ഞാൻ ഉപയോഗിച്ച ക്യാമറ എന്ന് പറയുന്നത് മെയിൻ ക്യാമറയും അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ്. അതിൽ ഈ മെയിൻ ക്യാമറ നല്ലൊരു സെൻസറാണ്. അതായത് നമുക്ക് ലൈറ്റ് കുറഞ്ഞ സിറ്റുവേഷനിലോ അല്ലെങ്കിൽ ലൈറ്റ് ഉള്ള സമയത്ത് എടുത്താൽ പോലും നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോസാണ് വരുന്നത്. അപ്പോൾ ലൈറ്റ് കുറഞ്ഞ സമയത്ത് നമ്മൾ നൈറ്റ് മോഡ് ഓൺ ചെയ്തിട്ട് എടുക്കാൻ നേരത്ത് ഷാർപ്നെസ് അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കാരണം ആ ഫോട്ടോ കുറച്ചുകൂടെ ബ്രൈറ്റായി കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനത്തെ ഒരു സമയത്ത് ഈ മെയിൻ ക്യാമറ ഉപയോഗിക്കുന്നതിനകത്ത് അങ്ങനെ ഒരു പ്രശ്നവും തോന്നിയില്ലായിരുന്നു. അതും ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ലൈറ്റുള്ള ഒരു ഔട്ട്ഡോർ കണ്ടീഷനിലാണ് നമ്മൾ ഫോട്ടോ എടുക്കുന്നതെങ്കിൽ പെർഫെക്റ്റ് ആയ ഷോട്ട്സ് ആണ് വരുന്നത്. നല്ല കോൺട്രാസ്റ്റ് കൂടിയ ഷാർപ്നെസ് കൂടിയ അത് കണക്ക് തന്നെ ഡൈനാമിക് റേഞ്ചൊക്കെ നല്ലോണം തന്നെ കിട്ടുന്ന ഫോട്ടോസാണ് വരുന്നത്. അതിൽ തന്നെ വേറെ ശ്രദ്ധിക്കാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ സാംസങ്ങിൻ്റെ ഒരു കോൺട്രാസ്റ്റ് കൂടിയ ടോൺ നമുക്ക് കാണാനും പറ്റുന്നുണ്ടായിരുന്നു ആ ഫോട്ടോസിനകത്തൊക്കെ. അതുകൂടി ഈ മെയിൻ ക്യാമറ ഫോട്ടോസിനകത്ത് മാത്രമല്ല നല്ലോണം പെർഫോം ചെയ്യുന്നത്. ഇപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്ത് പോലും അത്യാവശ്യം നല്ല വീഡിയോ ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ നമുക്ക് 4K 30 FPS എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഞാൻ 1080p 60 FPS എടുത്തായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു സമയത്ത് എനിക്ക് വന്ന വീഡിയോ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതായത് നമുക്ക് സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്നത് അങ്ങനെ ഭയങ്കര കിടിലൊന്നുമല്ല, പക്ഷേ എന്നാൽ പോലും അത്യാവശ്യം നല്ലോണം തന്നെ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഭയങ്കര ഷേക്കും കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ നടന്നൊക്കെ വീഡിയോ എടുക്കുകയാണെങ്കിൽ പോലും അങ്ങനെ ഭയങ്കരമായിട്ട് ഷേക്കൊന്നും കാണുന്നില്ലായിരുന്നു. പിന്നെ വേറെ കാര്യം ശ്രദ്ധിക്കാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫോക്കസിങ്ങിനകത്ത് അങ്ങനെ ഇഷ്യൂസ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ എക്സ്പോഷർ ഷിഫ്റ്റിംഗ് കുറച്ച് കൂടുതലാണ്. എന്നാൽ പോലും വീഡിയോയുടെ ഔട്ട്പുട്ട് നോക്കാൻ നേരത്ത് നല്ല വീഡിയോ ഔട്ട്പുട്ടാണ് വന്നേക്കുന്നത്. അതായത് നമുക്ക് നല്ലോണം തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ് ഇവിടുന്ന് കിട്ടുന്നത്. പക്ഷേ ഈ മെയിൻ ക്യാമറയ്ക്കകത്ത് ഇത്രയും നല്ല സ്ട്രോങ് പോയിന്റ് ഒക്കെ ഉണ്ടെങ്കിലും ഈ ഫോൺ എന്ന് പറയുന്നതിൻ്റെ പ്രൈസിങ് ഇപ്പോൾ നമ്മൾ ടോപ്പ് വേരിയൻ്റ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത് പിക്സൽ 4a പ്രൈസിങ്ങിനൊപ്പം തന്നെയാണ് വന്നേക്കുന്നത്. അതായത് പിക്സൽ 4a ഓഫറിലൊക്കെ വരാൻ നേരത്ത് 27,000 കിട്ടും. അപ്പോൾ അങ്ങനെ നോക്കാൻ നേരത്ത് പിക്സൽ 4a ആയിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ക്യാമറയായിട്ട് ഈ 64 മെഗാ പിക്സൽ ക്യാമറ പിടിച്ചിരിക്കത്തില്ല. അതായത് പിക്സൽ 4a ക്യാമറ തന്നെയാണ് ഈ ഗാലക്സി A52 മെയിൻ ക്യാമറയെ കാട്ടിയും മികച്ച ക്യാമറ എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ഈ ഗാലക്സി A52 വേറെയുള്ള കോമ്പറ്റീഷൻ ഫോൺസായിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ ഇപ്പോൾ നമ്മൾ നോട്ട് C ആയിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ അതിനെക്കാട്ടിയും ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്ന ഒരു ക്യാമറ സിസ്റ്റം തന്നെയാണ് ഈ ഗാലക്സി A52 വന്നേക്കുന്നത്. അതുകൊടുത്ത് അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ പോലും നല്ല ലൈറ്റിംഗിൽ എടുക്കാൻ നേരത്ത് അത്യാവശ്യം നല്ല അൾട്രാ വൈഡ് ആംഗിൾ ഷോട്ട്സ് ആണ് വന്നേക്കുന്നത്. നമുക്ക് ലൈറ്റ് കുറഞ്ഞ സമയത്ത് എടുക്കുന്നതിനകത്ത് കാര്യമില്ല, കാരണം വെച്ചാൽ നല്ല മോശമാവുന്നുണ്ട് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നൈറ്റ് മോഡ് ഓൺ ചെയ്തിട്ടാലും നല്ല മോശമാവുന്നുണ്ട്. പക്ഷേ നല്ല ലൈറ്റ് ഉള്ള സമയത്താണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് നല്ലോണം ഉപയോഗിക്കാൻ പറ്റുന്ന അൾട്രാ വൈഡ് ആംഗിൾ ഷോട്ട്സ് തന്നെയാണ് ഇതിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ എടുക്കുന്നത്. അപ്പോൾ അതാണ് ഇവിടുത്തെ മെയിൻ ക്യാമറയുടെ അതാണ് തന്നെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയുടെ കാര്യം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഫ്രണ്ട് ക്യാമറയിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ വന്നേക്കുന്ന ഫ്രണ്ട് ക്യാമറ എന്ന് പറയുന്നത് 32 മെഗാ പിക്സൽ ക്യാമറയാണ്. ഇതിൻ്റെ ആപ്പർച്ചർ f2.2 ആണ്. അതുകൊടുത്ത് ഈ ഫ്രണ്ട് ക്യാമറ എടുക്കുന്ന ഫോട്ടോസ് നമ്മളിപ്പോൾ ഔട്ട്ഡോർ കണ്ടീഷനിൽ എടുക്കുകയാണെങ്കിൽ നല്ല സെൽഫീസാണ്. അതായത് നമുക്ക് നല്ലോണം ഉപയോഗിക്കാൻ പറ്റുന്ന സെൽഫീസാണ്. നല്ല ഷാർപ്നെസ് ഉണ്ട്. നമുക്ക് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് അങ്ങനെ ഭയങ്കര കൂടുതലൊന്നും അല്ല. പക്ഷേ നമ്മൾ ഇൻഡോർ ഷോട്ടിലേക്ക് പോകാൻ നേരത്ത് ഇപ്പോൾ ലൈറ്റ് ഉള്ള ഒരു സമയത്താണെങ്കിൽ പോലും ഇൻഡോർ ഷോട്ട് ആണെങ്കിൽ സോഫ്റ്റ് ആവുന്നുണ്ടായിരുന്നു സെൽഫി. പിന്നെ അതിൻ്റെ തന്നെ പ്രോസസ്സിംഗ് നമുക്ക് നല്ലോണം കാണാനും പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ ബ്യൂട്ടി മോഡൊക്കെ ഓഫ് ചെയ്തിട്ടാലും അത് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫ്രണ്ട് ക്യാമറ വെച്ച് എടുക്കുന്ന ഫോട്ടോസ് നല്ല ലൈറ്റിങ്ങിൽ പുറത്തൊരു കണ്ടീഷനിൽ എടുത്താൽ മാത്രമേ എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുള്ളൂ. പിന്നെ ഇവിടുത്തെ വീഡിയോ റെക്കോർഡിംഗ് നോക്കാൻ നേരത്ത് സ്റ്റെബിലൈസേഷൻ കുറച്ച് മോശമായിരുന്നു ഈ ഫ്രണ്ട് ക്യാമറയുടെ വീഡിയോ റെക്കോർഡിങ്ങിനകത്ത്. പക്ഷേ എന്നാൽ പോലും ക്വാളിറ്റിക്കകത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലായിരുന്നു. അതായത് നമ്മൾ അത്യാവശ്യം നല്ല ലൈറ്റ് ഉള്ളൊരു കണ്ടീഷനിലാണ് ഈ ഫ്രണ്ട് ക്യാമറ വെച്ച് വീഡിയോ എടുക്കുന്നതെങ്കിൽ അത്യാവശ്യം ഷാർപ്നെസ് ഉള്ള, പിന്നെ അതിനകത്ത് തന്നെ ഫോക്കസിങ്ങിനകത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത, സ്കിൻ ടോണിനകത്ത് അധികം പ്രശ്നങ്ങളൊന്നും വരുത്താത്ത വീഡിയോ ആണ് കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ എന്നാലും സ്റ്റെബിലൈസേഷൻ എന്ന് പറഞ്ഞ കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. മോശമായ സ്റ്റെബിലൈസേഷൻ രീതിയാണ് ഈ ഫ്രണ്ട് ക്യാമറ കിട്ടുന്നത്. അതായത് ഫ്രണ്ട് ക്യാമറ വീഡിയോയ്ക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഈ ക്യാമറ സിറ്റുവേഷൻ നോക്കാൻ നേരത്ത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ OnePlus നോഡോ അല്ലെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലും ഒരു ഫോണായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ എന്തായാലും ഈ ഗാലക്സി A52 ക്യാമറ സിസ്റ്റം തന്നെയാണ് ബെറ്റർ എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ പിക്സൽ 4a ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിപ്പോൾ നമ്മൾ ഫ്രണ്ട് ക്യാമറ എടുത്താലും ബാക്ക് ക്യാമറ എടുത്താലും പിക്സൽ 4a തന്നെയാണ് ഇതിനെക്കാട്ടി മികച്ച ക്യാമറ എന്ന് പറയുന്നത്. അത് ഗാലക്സി A52 പിക്സൽ 4a കാട്ടിയും ആ കൂടെ എന്തെങ്കിലും ഒരു കാര്യം എടുത്ത് പറയാനുണ്ടെങ്കിൽ അത് ഈ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ വന്നേക്കുന്ന കാര്യം മാത്രമാണ്. അത് ഒഴിച്ചു കഴിഞ്ഞാൽ പിക്സൽ 4a ക്യാമറ സിസ്റ്റം ഇതിനെക്കാട്ടി മികച്ചത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. അതായത് നിങ്ങൾക്ക് ക്യാമറയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എങ്കിൽ ഇതിനെക്കാട്ടി ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് എന്തായാലും പിക്സൽ 4 തന്നെയാണ്. പക്ഷേ നിങ്ങൾക്ക് ബാലൻസ്ഡ് ആയിട്ടുള്ള കാര്യം വേണമെങ്കിൽ ക്യാമറയ്ക്കകത്ത് തന്നെ ബാലൻസ്ഡ് ആയിട്ടുള്ള കാര്യമാണ് വേണ്ടത്. അത് നിങ്ങൾക്ക് അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ മസ്റ്റായിട്ട് വേണമെന്നാണെങ്കിൽ ഇവിടെ ഗാലക്സി A52 അങ്ങനത്തെ ഒരു അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ട്. അത് ഇതിനൊക്കെ അഡ്വാൻറ്റേജ് വന്നിരിക്കുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഫോണിൻ്റെ ബാറ്ററി തന്നെയാണ്. അതായത് ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് 4500 mAh ഉള്ളൂ. പക്ഷേ എന്നാൽ പോലും നമുക്കിവിടെ കിട്ടുന്ന സ്ക്രീൻ ഓൺ ടൈം എന്ന് പറയുന്നത്, അതായത് ഞാൻ ഉപയോഗിച്ച സമയത്ത് അത്യാവശ്യം ഹെവി യൂസ് ആണെങ്കിൽ പോലും എനിക്ക് കിട്ടിയ സ്ക്രീൻ ഓൺ ടൈം എന്ന് പറയുന്നത് 6 മണിക്കൂറിന് മുകളിലായിരുന്നു. അപ്പോൾ അത് നല്ലൊരു സ്ക്രീൻ ഓൺ ടൈം ആണ്. കാരണം ഞാനിവിടെ 90 Hz റിഫ്രഷ് റേറ്റ് ഓൺ ചെയ്തിട്ടാണ് ഉപയോഗിച്ചത്. അത് മാത്രമല്ല ബ്രൈറ്റ്നസ് ലെവൽ എപ്പോഴും 50% മുകളിലാണ് വെച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോഴാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു സ്ക്രീൻ ഓൺ ടൈം കിട്ടിയത്. അത് നല്ലൊരു സ്ക്രീൻ ഓൺ ടൈമിനെ പറയാൻ പറ്റൂ. കാരണം നമുക്ക് ഇതിനെക്കാട്ടി ഒരുപാട് കുറഞ്ഞ സ്ക്രീൻ ഓൺ ടൈം വരുന്ന ഫോൺസ് ഉണ്ട്. ഇപ്പോൾ 4200 mAh ബാറ്ററി അല്ലെങ്കിൽ 4250 mAh ബാറ്ററി ഒക്കെ വരുന്ന ഫോൺസിന് ഇതിനെക്കാട്ടി നല്ല സ്ക്രീൻ
ഓൺ ടൈം കുറവാണ് സാധാരണ വരുന്നത്. അതിപ്പം ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, പിന്നെ പ്രൊസസ്സറിൻ്റെ ഒരു പവർ എടുക്കുന്ന രീതിയുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ സ്നാപ്ഡ്രാഗൺ 720G എന്ന് പറയുന്നത് പവർ കുറച്ചെടുക്കുന്ന ഒരു പ്രൊസസ്സർ തന്നെയാണ്. പിന്നെ അത് മാത്രമല്ല സാംസങ്ങിലൂടെ അത്യാവശ്യം നല്ലോണം ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് സോഫ്റ്റ്വെയർ. അപ്പോൾ അതുകൊണ്ടാകാം ഇത്ര നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടിയത്. പിന്നെ ഇവിടെ ബാറ്ററിയുടെ കാര്യത്തിനകത്ത് നമ്മൾ ചാർജിങ്ങിലേക്ക് പോകാൻ നേരത്ത് ഇവിടെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ഫോണിൻ്റെ കൂടെ കിട്ടുന്ന ചാർജർ ഒരു 15 വാട്ട് ചാർജറാണ്. അപ്പോൾ അത് വെച്ചാണ് നിങ്ങൾ ചാർജ് ചെയ്യുന്നതെങ്കിൽ ഈ 4500 mAh ബാറ്ററി 0 to 100% ചാർജ് ചെയ്യണമെങ്കിൽ ഒരു 2 മണിക്കൂർ റേഞ്ചിലേക്ക് എടുക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം, അതായത് നിങ്ങൾക്ക് പെട്ടെന്ന് ചാർജ് ചെയ്ത് കിട്ടണമെങ്കിൽ അത്രയും സ്പീഡൊന്നും ഈ ചാർജ് ചെയ്യുന്നത് കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ വയർലെസ് ചാർജിംഗ് ഒന്നും കിട്ടുന്നില്ല. പക്ഷേ ഇവിടുത്തെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ നോക്കുവാണെങ്കിൽ അത് സാംസങ് ഒരുപാട് നല്ലോണം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെന്ന് വേണം പറയാൻ. കാരണം നമ്മളെ ഗാലക്സി A51 കമ്പയർ ചെയ്യുവാണെങ്കിൽ അതിനെക്കാട്ടി നല്ലോണം സ്പീഡും കൂടിയിട്ടുണ്ട്. പിന്നെ അക്യുറസിക്കകത്ത് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. അതായത് നമ്മൾ മുമ്പത്തെ ഗാലക്സി A51, A71 ഒക്കെ എടുക്കാൻ നേരത്ത് അതിൻ്റെ ഇൻ ഡിസ്പ്ലേ സ്കാനേഴ്സ് ഒക്കെ വളരെ മോശമായിരുന്നു. അപ്പോൾ അതിനെക്കാട്ടിയൊക്കെ നല്ലോണം ഇമ്പ്രൂവ്മെന്റ് വന്നേക്കുന്ന ഒരു സ്കാനറാണ് ഈ ഗാലക്സി A52 വന്നേക്കുന്നത്. അതായത് നമ്മുടെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറും കൊള്ളാം. അതിനങ്ങനെ ഇവിടെ TFPs നല്ലൊരെണ്ണമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് കോളിനകത്ത് നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു. നമുക്ക് കേൾക്കുന്നതിനകത്ത് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ അതിനൊക്കെ അപ്പർ സൈഡിൽ ഇരിക്കുന്ന ആക്കും കേൾക്കാൻ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. കാരണം ഇവിടുത്തെ മൈക്രോഫോണും നല്ലോണം തന്നെയായിരുന്നു. പിന്നെ ഇവിടുത്തെ ബ്ലൂടൂത്ത് വേർഷൻ നോക്കുവാണെങ്കിൽ അത് 5 ആണ്. പിന്നെ വൈഫൈ വേർഷൻ എന്ന് പറയുന്നത് ഡ്യുവൽ ബാൻഡ് വൈഫൈ ആണ്. പിന്നെ ഇവിടെ NFC ഉണ്ട്. അതിനൊക്കെ എല്ലാ സെൻസേഴ്സും വരുന്നുണ്ട്. അപ്പോൾ സെൻസേഴ്സിൻ്റെ കാര്യത്തിനകത്തൊന്നും സാംസങ് പ്രശ്നങ്ങളൊന്നും വരുത്തിയിട്ടില്ല. അതായത് ഇതെല്ലാം നോക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗാലക്സി A52 എന്ന് പറയുന്ന ഫോൺ ഈ ഒരു ബഡ്ജറ്റിനകത്ത് നല്ലൊരു ഓപ്ഷനാണ്. അതായത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയൊരു ഫോൺ തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ബാലൻസ്ഡ് ആയ ഒരു യൂസർ എക്സ്പീരിയൻസ് വേണ്ട ഒരു ഫോണാണ് വേണ്ടത്, അതും സോഫ്റ്റ്വെയർ സപ്പോർട്ടൊക്കെ ഒരുപാട് നാൾ വേണമെന്നാണ് ആഗ്രഹമെങ്കിൽ ഈ ഗാലക്സി A52 അങ്ങനത്തെ അഡ്വാൻറ്റേജ് ഉണ്ട്. അത് ഇവിടുത്തെ പോരായ്മയെന്ന് പറയാൻ പറ്റുന്നത് ഇപ്പോൾ നമ്മൾ Pixel 4 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ ക്യാമറയ്ക്കകത്തൊരു പോരായ്മ. പിന്നെ അത് കൂടാതെ 5G ഇല്ലാത്തൊരു കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് ഐപ്പായിട്ട് പറയാൻ പറ്റും. കാരണം 5G എന്ന് പറയുന്ന കാര്യം ചിലപ്പോൾ 2 വർഷം കഴിയുമ്പോഴത്തേക്കും നമുക്ക് നല്ലോണം അവൈലബിൾ ആവും. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം ആ ഒരു സമയത്ത് ഒരു പ്രശ്നമായിട്ട് തോന്നാം. പക്ഷെ നമുക്കിപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ ആയ 5G ഫോൺസ് നോക്കുവാണെങ്കിൽ മിക്കതിനും ഒരു ബാൻഡോ 2 ബാൻഡൊക്കെയാണ് 5G ബാൻഡ്സ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു കോമ്പറ്റീഷൻ വെച്ച് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ നമുക്കിപ്പോൾ സാംസങ്ങിൻ്റെ തന്നെ ഗാലക്സി A52 5G വേരിയൻറ്റ് വരുവാണെങ്കിൽ അതെന്ന് പറയുന്നത് ഇതിനെക്കാട്ടി എന്തായാലും ബെറ്റർ ഒരു ഓപ്ഷൻ തന്നെയായിരിക്കും. പക്ഷേ ഇപ്പം നമുക്ക് അങ്ങനത്തെ ഒരു ഫോൺ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ ഒരു ഫോൺ ഈ ഒരു പ്രൈസ് പോയിന്റിനകത്ത് നിങ്ങൾ Pixel 4 എന്ന് പറയുന്ന ഫോൺ നോക്കുന്നില്ലെങ്കിൽ എനിക്ക് നല്ലോണം റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ തന്നെയാണ്. അത് നല്ലൊരു യൂസർ എക്സ്പീരിയൻസ് ആണ് ഈ ഫോണിൽ നിന്ന് കിട്ടുന്നത്. എനിക്കിപ്പോൾ ഇത്ര നാൾ കഴിഞ്ഞിട്ട് ഈ ഫോൺ ടെസ്റ്റ് ചെയ്തത് പോലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഫോൺ. അതുപോലെ ഡ്യൂറബിലിറ്റിയും ഏജിങ് ഫാക്ടറൊക്കെ നോക്കുവാണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ലോണം തന്നെ ഇതുവരെ ഏജ് ആയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ പ്രൊസസ്സർ എന്ന് പറയുന്നത് ഇതുവരെ കുഴപ്പങ്ങളൊന്നും കാണിക്കുന്നുമില്ല. ഇവിടെ ഈ പ്രൊസസ്സർ വെച്ച് വേണമെങ്കിൽ നമുക്ക് പറയാം ഇത് കുറച്ച് ഓവർ പ്രൈസ്ഡ് ആയ ഫോണാണെന്ന്. പക്ഷേ നമുക്കിവിടെ സാംസങ്ങിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ടും പിന്നെ അതിനൊക്കെ തന്നെ ഇവിടുത്തെ യൂസർ എക്സ്പീരിയൻസിൻ്റെ ഒരു ക്വാളിറ്റിയും കൂടെ നോക്കാൻ നേരത്ത് എനിക്ക് ഈ പ്രൈസിംഗ് എന്ന് പറയുന്നത് കുറച്ച് കൂടുതലാണെങ്കിൽ പോലും എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഗാലക്സി A52 എന്ന് പറയുന്ന ഫോൺ. അത് സാംസങ്ങിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് സാധാരണ കുറച്ച് കാലം കഴിയുമ്പോൾ ഒരു 6 മാസമോ കഴിയുമ്പോൾ ഫോൺ ലോഞ്ച് ആയിട്ട് ഒരു 6 മാസമോ കഴിയുമ്പോൾ തന്നെ പ്രൈസിങ് നല്ലോണം കുറയും. അപ്പോൾ ഇവിടെ ഈ ഗാലക്സി A52 അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു ബെസ്റ്റ് ഡീലായി മാറും. പക്ഷേ ഇപ്പോഴായാൽ പോലും ഈ ഒരു പ്രൈസിങ്ങിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ Pixel 4 ആയിട്ട് കമ്പയർ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സാംസങ്ങിൻ്റെ ഒരു ഫോൺ ഭയങ്കര താല്പര്യമുണ്ട്, അതായത് നിങ്ങൾക്ക് സാംസങ്ങിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ ഈ ഗാലക്സി A52 ആണ് ഒരു ഡിഫോൾട്ട് സാംസങ് ഓപ്ഷനായിട്ട് കണക്കാക്കേണ്ട ഒരു ഫോൺ. ഇപ്പോൾ ഇത്രയുള്ള വീഡിയോ എന്ന് പറയുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. അതുകൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ചാനൽ പ്രൊമോട്ട് ചെയ്യുക. നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.